ഹായ് ഫ്രണ്ട്സ്, വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ആർക്ക് വേണമെങ്കിലും സ്വന്തമായി വീട്ടാവശ്യത്തിനുള്ള കൂണ് തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. മുന്നേ ഞാൻ വൈക്കോലിലും റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലും കൂൺ ബെഡ് ചെയ്യണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈക്കോലും അറക്കപ്പൊടി എന്നൊക്കെ പറയണത് കൂൺ കൃഷി ചെയ്യാനുള്ളൊരു മാധ്യമങ്ങളാണ്. അതുപോലെ കൂൺ കൃഷി ചെയ്യാനുള്ള മറ്റൊരു മാധ്യമമാണ് ഉണങ്ങിയ വാഴയിലകൾ. വാഴയില മാത്രമല്ല, ഇലയും തണ്ടും കൂടിയിട്ടാണ് ഉപയോഗിക്കുക. വൈക്കോലിലും റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ കൂണ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കി നോക്കണം എന്നുള്ളവർക്ക് കൂൺ വിത്തിന് മാത്രമായിട്ട് ഒരു 40-50 രൂപയുടെ ചിലവേ വരുള്ളൂ. ഇപ്പോൾ ഈ ഉണങ്ങിയ വാഴയിലുണ്ടല്ലോ, അതൊരു 10-15 മതി നമുക്ക് ഒരു ബെഡ് റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ കൂൺ വിത്തിൽ നിന്ന് 2 ബെഡുകൾ ഉണ്ടാക്കാം. ഈ 2 ബെഡുകളിൽ നിന്നായിട്ട് 2 പ്രാവശ്യമായിട്ട് അത്യാവശ്യം നല്ല വളവും കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ വാഴയിലകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലവണ്ണം ഉണങ്ങിയ വാഴയിലകളാണ് ഉപയോഗിക്കേണ്ടത്. നിലത്ത് വീണ് കിടക്കുന്ന ഇലകളൊക്കെ എടുത്തുകൊണ്ടുവന്നാൽ അതിൽ മണ്ണിൻ്റെ അംശം ഉണ്ടാവും. മണ്ണിൻ്റെ അംശമുള്ളത് കൂൺ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാഴയിലകൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കാൻ നോക്കണം. ഈ വാഴയിലയും അതിൻ്റെ തണ്ടും കൂടിയിട്ട് ഒരു 4-5 ഇഞ്ച് നീളത്തിൽ കത്രികയോ കത്തിയോ ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനെ മുറിച്ചിടാൻ. ഇനി നമുക്ക് ഈ ചെമ്പിൽ പാകത്തിന് വെള്ളം ഒഴിക്കണം. ഈ വാഴയിലകളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഈ വാഴയിലകൾ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂറോളം പിന്നെയും നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ഇങ്ങനെ ഇത് വെട്ടി തിളപ്പിക്കണത് ഇത് അണുക്കളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചെമ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് കളയാം. ചൂടൊന്ന് ആറിയിട്ട് ഈ വാഴയിലകളിലെ വെള്ളം വാരാനായിട്ട് നമുക്ക് ഇതുപോലൊരു ചാക്കിക്ക് മാറ്റിയിടാം. വെള്ളം വാർന്നു പോകാനായിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാം. കൂൺ ബെഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവിനൊക്കെ ഒരു കണക്കുണ്ട്. ഒരു 50% ഈർപ്പത്തിൻ്റെ ആവശ്യമുള്ളൂ. അതായത് കുറച്ച് ഈർപ്പം അതിൽ വേണേനിയും, എന്നാൽ പിഴിയുമ്പോൾ വെള്ളം ഒറ്റി വീഴാനും പാടില്ല. ഇങ്ങനെ തൂക്കിയിട്ട ശേഷം വെള്ളം വാർന്ന് പോയിട്ടില്ലെങ്കിൽ, വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടെന്ന് തോന്നിയാൽ ഒരു ടാർപ്പായയിൽ ഡെറ്റോൾ വെള്ളം കൊണ്ട് ഒന്ന് തുടച്ച് ഈ വാഴയിലകൾ അതിൽ പരത്തിയിട്ട് ഫാനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൂൺ ബെഡ് ചെയ്യണത് കാണാം. നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് ഡെറ്റോൾ അതിൽ ഒഴിക്കണം. കൂൺ ബെഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൈകളും അതുപോലെ വിത്ത് പൊട്ടിച്ചിടുന്ന പാത്രമൊക്കെ നല്ല വൃത്തി വേണം. അപ്പോൾ ഇതാണ് കൂൺ വിത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം കൊണ്ട് ഒരു കൂൺ ബെഡ് ചെയ്യാം. അതായത് ഒരു പാക്കറ്റ് വിത്തും കൊണ്ട് നമുക്ക് 2 കൂൺ ബെഡ് ചെയ്തെടുക്കാം. ഈ വിത്ത് ഞാൻ മുണ്ടൂർ IRTC നിന്നാണ് വാങ്ങിയത്. അവിടെ ഒരു പാക്കറ്റ് വിത്തിന് 40 രൂപയാണ് വില. നല്ല ഇനം വിത്തുകളാണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല വെള്ള നിറത്തിലാണ് ഉണ്ടാവുക. ഇനി ഇത് കുറച്ച് പഴക്കം ചെന്ന വിത്തുകളാണെങ്കിൽ അതിന് കുറച്ച് നിറവ്യത്യാസമൊക്കെ ഉണ്ടാവും, മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഈ വിത്ത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിടാം. ഇനി കൂൺ ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 കിലോൻ്റെ കവർ എടുക്കണം. 5 കിലോൻ്റെ തന്നെ വേണമെന്നില്ല. ശരിക്കും കൂൺ ബെഡ് ചെയ്യാൻ വട്ടം കുറവുള്ളതും നീളം കൂടിയിട്ടുള്ള കവറുകളാണ് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ 3 കിലോൻ്റെ കവറാണ് വെച്ചാലും വിത്തിനെ 3 ആക്കി തിരിച്ചിട്ട് 3 ബെഡുകൾ ചെയ്യുക. ഇതിപ്പോൾ 5 കിലോൻ്റെ കവറായതുകൊണ്ട് ഇതിൽ 2 ബെഡുകളാണ് ചെയ്യുക. ഇനി ഈ കവറിൻ്റെ അടിഭാഗം ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റായിട്ട് കെട്ടണം. എന്നിട്ട് ഈ കവറിനൊന്ന് അടിമറിച്ചെടുക്കണം. കൂൺ ബെഡിൻ്റെ അടിഭാഗം വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് വിത്തിട്ട് കൊടുക്കാം. അടിഭാഗത്ത് ഇങ്ങനെ പരത്തിയിട്ട് വേണം വിത്തിട്ട് കൊടുക്കാൻ. ഇനി ഒരു 2 ഇഞ്ച് കനത്തിൽ വാഴയിലയിൽ ഇട്ട് കൊടുക്കുക.
ഇതിങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. കാരണം നമ്മൾ കവറിൻ്റെ സൈഡിൽ കൂടെയാണ് വിത്തിടുക. അപ്പോൾ വിത്തുകൾ ഉള്ളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യേണ്ടത്. ഒരേപോലെ വാഴച്ചപ്പ ആയതിന് ശേഷം സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ വിത്തിടുക. വിത്തൊക്കെ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ട് അടുത്തതിന് രണ്ടാമത്തെ ലെയറിനുള്ള വാഴച്ചപ്പ് വെച്ച് കൊടുക്കാം. അതും ആദ്യത്തെ പോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സൈഡിലൂടെ വിത്തിടണം. ഇനി ഇത് മൂന്നാമത്തെ ലെയറാണ്. നേരത്തെ 2 ലെയർ ചെയ്ത പോലെ ഇതിലും അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മൊത്തത്തിൽ 4 ലെയറാണ് ഉണ്ടാക്കൽ. ഇതാണ് അവസാനത്തെ ലെയർ. എല്ലാ ലെയറിലും സൈഡിലാവും വിത്തിടുക. ഇനി ഇടാൻ പോണേൽ മുകളിൽ ഇങ്ങനെ പരത്തിയിടുക ചെയ്യുക. കൂൺ ബെഡിൻ്റെ അടിഭാഗത്തും ഏറ്റവും മുകൾ ഭാഗത്തുമാണ് വിത്ത് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. കവറിൽ മൊത്തത്തിൽ മൈസീരിയം പരക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിത്തിട്ട് കൊടുക്കുന്നത്. വിത്തൊക്കെ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചാക്ക് സൂചി കൊണ്ട് ബെഡിൻ്റെ മുകളിലും സൈഡിലും അടിഭാഗത്തുമായിട്ട് കുറച്ച് ഹോളിട്ട് കൊടുക്കുക. ഇനി ഈ ബെഡ് ഒരു 15 ദിവസം ഇരുട്ടറയിൽ വെക്കാം. ഈ ഇരുട്ടറ എന്ന് പറയുമ്പോൾ അതിനായിട്ടൊരു റൂമൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു ചോർക്കൂട്ടിൽ വെച്ചിട്ട് മുന്നിലൊരു കർട്ടൻ ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യണത് ഈ ബെഡ് ഉണ്ടാക്കിയതിന് ശേഷം ഓക്സിജനേക്കാളും കൂടുതൽ വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പിറ്റേന്ന് തന്നെ ബെഡിൻ്റെ ഈ കവർ മൊത്തം വിയർപ്പ് കണങ്ങളായിട്ടുണ്ടാവും. പിന്നെ ഒരു 4-5 ദിവസം കൊണ്ട് ഈ വിയർപ്പ് കണങ്ങൾ മൊത്തം ബെഡ് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടാവും. ഒരു 10 ദിവസം ആകുമ്പോഴേക്കും ഇതിൽ ഫംഗസ് പരന്നിട്ടുണ്ടാവും. പിന്നീട് 14 ദിവസം ആകുമ്പോഴാണ് ഇരുട്ടറയിൽ നിന്ന് പുറത്തേക്ക് വെക്കുന്നത്. ഇനി പുറത്തേക്ക് വെക്കുന്നതും വിളവെടുക്കുന്നതും അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ കൂൺ ബെഡ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.